വാക്ക് വിത്ത് അജ്മലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് അജ്മൽ അലി പാലേരി. അപ്പോൾ ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് ഫുഡ് വ്ളോഗാണ്. കുറേ നാളിന് ശേഷം, കൊറോണയ്ക്ക് ശേഷം, കൊറോണ കഴിഞ്ഞിട്ടില്ല എന്നാലും ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് വ്ളോഗാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഒരു പുതിയൊരു ഷോപ്പാണ്, വേങ്ങരയുള്ളൊരു ഷോപ്പിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനുണ്ട്, കുഞ്ഞുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചൂടുള്ളത് കഴിക്കാൻ എഴുതിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്തായാലും ആ ഷോപ്പിലെ വിശേഷങ്ങൾ, അവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വേങ്ങര താഴെ അങ്ങാടിക്ക് പോയിക്കൊണ്ടിരിക്കുക. ബസ് സ്റ്റാൻഡിങ്ങനെ കഴിഞ്ഞ് ആ ദൂരെ കാണുന്നില്ലേ വേങ്ങര ടവർ എന്ന് പറയുന്നത്, റെഡ് കളർ ലൈറ്റിലെ ആ വേങ്ങര ടവറിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഈ ഷോപ്പ് ഉള്ളത്. അപ്പോൾ നല്ല മഴയാട്ടാ പുറത്ത്. പിന്നെ പോയി നോക്കാം എന്തായാലും. വണ്ടി താഴെ പാർക്കിംഗ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതാ ഈ ലിയാന ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ഇത് കാണുന്നില്ല, ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. ഇതാണ് വേങ്ങര ടവർ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട്. ഇതൊക്കെയാണ്, ഇവിടെ ഒക്കെയാണ്. താഴെ ബേസ്മെൻറ്റിൽ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിൽ വരാം. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ ഉള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോയി നോക്കാം. ഇത് ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ് പറഞ്ഞത്. ഫസ്റ്റ് ഫ്ലോറിനല്ല, ഫസ്റ്റ് ഗ്രൗണ്ടിലായിരിക്കും, ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ വേങ്ങരയിൽ ബീഫ് ഷവർമ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇപ്പോൾ ഈ ഡോണർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പ് അവർ പുതിയതായിട്ടുള്ള ഷോപ്പാണ്. പിന്നെ അതേപോലെ തന്നെ കെബാബ്സ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കെബാബ്സ് ഒക്കെ ഉണ്ട്, അറബിക് സ്റ്റൈലിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട്. എൻ്റെ എന്താണ് നോക്കുന്നത്, എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ലസ്സി പോലെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടല്ലോ ഞാൻ എന്തായാലും സംഭവം. അപ്പോൾ എന്തായാലും ഇത് കുടിച്ചു നോക്കട്ടെ കേട്ടോ എന്താണെന്നുള്ളത്. ബദാം മിൽക്കാണല്ലേ, ബദാം മിൽക്കാണ്. ഇനി എന്തായാലും ബാക്കി കുറച്ച് സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വരട്ടെ, എന്നിട്ട് അതിൻ്റെ ഇതും കൂടി റിവ്യൂ പറയാം. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റിൽ ഇതിൻ്റെ കിച്ചൺ വരെ ഒന്ന് പോയി നോക്കാം. എങ്ങനെയുണ്ട് ഇതിന് മേക്കിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് ബീഫ് ഷവർമ, അതേപോലെ തന്നെ ഫലാഫൽ റോളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ വേങ്ങരയൊന്നും കാണാതെ, വേങ്ങരയായിട്ടല്ല നമ്മൾ കേരളത്തിലൊക്കെ ഒരു പുതുമയായിട്ടുള്ള ലബനീസ് കബാബ്, അതേപോലെ ബാർബിക്യൂ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണുന്നത് ബീഫ് ഷവർമയും ചിക്കൻ ഷവർമയും, 2 ഐറ്റം ഷവർമ ഉണ്ട്.
അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. ലബനീസ് കബാബും ഇതേതാ ബാർബിക്യൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ലബനീസ് കബാബാണ് ഇതിലുള്ളത്. ഇത് ഫലാഫൽ റോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുഞ്ഞാന്ന് പൊക്കിക്കുക. യെസ്, ഇത് ലബനീസ് കബാബാണ് ഇതിലുള്ളത്. അതല്ല എനിക്ക് ഒരു വൈറ്റിഷ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ മയോണൈസ്, ഹമ്മോസ് എല്ലാം ഉണ്ട്. ഹോട്ട് സോസ്. ഇത് ബാർബിക്യൂ. വാവ് വാവ്, സൂപ്പർ അല്ലേ. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ഫലാഫൽ റോള് എല്ലാം അറബിക് സ്റ്റൈലിലാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞ് ജന്നേക്കാരുടെ അറബിക്കിൻ്റെ റിവ്യൂ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ കൂടുതലായിട്ട്. ഇൻഷാ അല്ലാഹ്. കുഞ്ഞ് സൗദിയിലായിരുന്നു, അതുകൊണ്ട് പിന്നെ അവനെ ഏകദേശം ഇതിൻ്റെ ഇതൊക്കെ അറിയണ്ടാവും. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും. ഇത് ഇതൊന്ന് മാറ്റി വെക്കട്ടെ. സംഭവം ചാർക്കോളിൽ ചെയ്തതായതുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. സോഫ്റ്റ് ചിക്കൻ അല്ലേ. ഇനി അടുത്തത് ലബനീസ് കബാബ്. ഈ കബാബ് എന്ന് പറയുന്ന സംഭവം അധികം നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു സംഭവമാണ്. ഒന്ന് ഇത് കണ്ടില്ലേ, ഇതിങ്ങനെയുള്ള ബോൺലെസ് പീസസ് ആണ്. അതിൽ കബാബിൻ്റെ മസാലയൊക്കെ തേച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഞാനിതൊന്ന് എടുത്തിട്ട് എനിക്ക് ഈ മയോണൈസിൽ മുക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കല്ലേ. സൂപ്പർ. അപ്പോൾ നമുക്കുള്ള അടുത്ത സാധനം കൂടി എത്തിയിട്ടുണ്ട്. വാവ്, സൂപ്പർ. ഇതാണ് വണ്ടർല ഷേക്ക്. ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ഞാനെങ്ങനെ കുടിക്കും എന്നുള്ള ഡൗട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാനിത് തൽക്കാലത്തോടൊന്ന് മാറ്റി വെക്കട്ടെ. യെസ്. അപ്പോൾ അറബിക് ഫുഡിൻ്റെയൊക്കെ റിവ്യൂ പറയുകയാണെങ്കിൽ എന്നേക്കാളും ബെസ്റ്റ് കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ കുഞ്ഞ് ആ ഫലാഫൽ റോളൊന്ന് നോക്ക്. അടുത്തത് ഇത് അടുത്ത വേറൊരു ഐറ്റം വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ. ഞാൻ പറഞ്ഞില്ല, വേങ്ങര വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും അധികം കിട്ടാത്തൊരൈറ്റമാണ് ഈ ഒരു ബീഫ് ഷവർമ എന്ന് പറയുന്നത്. ബീഫ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ പിന്നെ ബീഫിൻ്റെ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ടല്ലോ. അടിപൊളിയായിട്ട് ഡെക്കറൊക്കെ ചെയ്ത് നല്ല വെച്ചിട്ടുണ്ട്. തോന്നി ഓ പൂവൊക്കെ പോലെ തക്കാളിയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യണോ അത് കുഞ്ഞ് ടേസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അത് നോക്കി. ആദ്യം ഫലാഫൽ റോളാക്കാം. അപ്പോൾ ഇതാണ് ഫലാഫൽ റോള്. അപ്പോൾ അറബിക് ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് തന്നെ ടേസ്റ്റ് ചെയ്തോ. കാരണം കുഞ്ഞ് സൗദി അറേബ്യയിൽ കുറച്ച് കാലം ഉണ്ടായതുകൊണ്ടേ അതിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. എന്താണ് കഴിച്ചോ കഴിച്ചോ. എങ്ങനെയുണ്ട്? ഫില്ലിംഗ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. നമ്മൾ സൗദിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ കുഞ്ഞൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത് ആദ്യം ഒരു മിനിറ്റ്. എനിക്ക് ഈ ബീഫ് ഷവർമ കണ്ടിട്ടേ സൈക്കിളില്ല. അതൊന്ന് നോക്ക്. വാവ്, ഒക്കെ സോഫ്റ്റായിട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള മീറ്റാണ് ഇതിൽ. കഴിച്ചു നോക്കല്ലേ. ഞാനിതിൽ ബീഫ് എടുത്തിട്ട് കഴിച്ചു നോക്കാം. സൂപ്പർ. സൂപ്പർ, ഓസം. കണ്ടില്ലേ, ഷവർമ അടിപൊളി ഷവർമ കേട്ടോ. ബീഫ് കൊണ്ട് ഇതൊരിക്കലും മിസ്സാക്കരുത്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ട് വന്ന് കഴിച്ചു നോക്ക്.
പിന്നെ ഇത് കബാബാണ്. ഇത് കബാബാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള കബാബ്സൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും സാധാരണ കാണാത്തൊരു ഇതാണ് കബാബ്സ്. പിന്നെ ബാർബിക്യൂ, അസൽ ചാർക്കോളിൽ ചെയ്തെടുത്ത ബാർബിക്യൂ ആണ്. പിന്നെ ഫലാഫൽ റോള്. ഇത് ശരിക്കും എല്ലാം ഒരു അറബിക് ടേസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയതുകൊണ്ട് പിന്നെ എന്താവണം ഇതെന്തായാലും വണ്ടർലേ എന്തൊക്കെയോ പേരുണ്ട്. എന്തായാലും സംഭവം ഇതൊക്കെ ഞാൻ എങ്ങനെ കുടിച്ച് തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടെ ഇനി മുഴുവനായിട്ട്. ഇതേ തിന്ന് പകുതി ആയപ്പോൾ അടുത്ത ഐറ്റം തിന്ന് മൊഹീറ്റോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്നൊരു ഐറ്റമാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്ത് മാത്രം ഉണ്ടായിരുന്ന സാധനമായിരുന്നു മൊഹീറ്റോ. അപ്പോൾ ഇതിലെന്തൊക്കെ കുടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ഒന്ന് കഴിച്ചിട്ട് വേണം ബാക്കി റിവ്യൂ കൂടെ പറയാൻ. അതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഈ ഫലാഫൽ റോളില്ലേ സംഭവം, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ കുറേ കേട്ടു. ഞാൻ ആദ്യമായിട്ട് ഇത് ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കുന്ന മേക്കിങ്ങിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലോ ഇതിൽ ഇനി എന്തൊക്കെ ചേർത്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പുതിയ ഫലാഫൽ കടലയാണോ പരിപ്പാടാണ് സംഭവം? എല്ലാം കൂടി മിക്സ് ആക്കിയത്. ശരിക്കും ഒരു നമ്മുടെ ഇതുപോലെ ഉണ്ട്, നമ്മുടെ കട്ട്ലറ്റ് പോലെ സംഭവം ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ മയോണൈസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഹമ്മൂസ് ഉണ്ട്, പിന്നെ അതേപോലെ ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ പൊരിച്ചെടുത്ത മറ്റേ നമ്മുടെ വഴുതനങ്ങ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ജ്യൂസൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് ഉണ്ട്, പിന്നെ ഒരു മൊഹീറ്റോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്കാണ്, എന്തോ ചോക്ലേറ്റ് ആണ് തോന്നുന്നത്. അതേപോലെ മൊഹീറ്റോ. ഭയങ്കര റീഫ്രഷ് ആവുന്നുണ്ട്. ഇത് കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ മടങ്ങാൻ മതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ ഡോണർ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൻ്റെ ഓണർ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, നസീർക്ക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അറബിക് ടേസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾ ഗൾഫിലോ അവിടെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടാണോ ഈ ഒരു ഇത് കിട്ടാൻ കാരണം? ഭയങ്കരമായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറബിക്കിലേക്ക് എത്താൻ കാരണങ്ങൾ? ഞാനിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് സൗദിയിൽ ബിസിനസ്സാണ്. ഓക്കെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട്. ഓക്കെ. നമുക്ക് ഷോപ്പാണ് അവിടെ മക്ക ഹറമിൻ്റെ അടുത്ത്. ഓക്കെ. ഞാൻ ഉപ്പാക്ക് ആദ്യം ഇതുമായുള്ള ബന്ധപ്പെട്ട ബിസിനസ്. ഓക്കെ. നമ്മളും തന്നെ അതിലോട്ട് മാറി. പിന്നെ ഫുഡിനോട് ഭയങ്കര, പിന്നെ ബീഫ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഭയങ്കര തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ? ഭയങ്കര ടേസ്റ്റും ഉണ്ട്. ഞാനിപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഇതിനൊക്കെ ബീഫ് ഷവർമയൊക്കെ എങ്ങനെ ചാർജ് ചെയ്യുന്നത്? ബീഫ് ഷവർമ നമ്മുടെ റോളാണെങ്കിൽ 80 രൂപ, പ്ലേറ്റ് ആണെങ്കിൽ 40 രൂപ. അതായത് കഴിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫലാഫൽ സാൻഡ്വിച്ച് 50 രൂപ സത്യം പറഞ്ഞാൽ ഈ ഫലാഫൽ ഇതൊക്കെ റോളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും വിശപ്പൊക്കെ മാറുന്ന രീതിയിലുള്ള ഒരു നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല തിക്നെസ് ആയിട്ടുള്ള ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളത് ഇതാണ് റോളാണ് ഫലാഫൽ റോൾ. അതേപോലെ തന്നെ ഷവർമൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ബീഫ് ഷവർമ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇവിടെ നമ്മുടെ ഈ വേങ്ങര ടവറിലുള്ള ഡോണർ എന്ന് പറയുന്ന ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷവർമ, അതേപോലെ ഫലാഫൽ റോള്, അതേപോലെ ബാർബിക്യൂ, പിന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കെബാബ്സ് എല്ലാം കഴിക്കാൻ പറ്റും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഈ റൂം കൂടെ എടുത്തിട്ടേ ഫിഷിൻ്റെ ഒരു സംഭവം കൂടി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത്. പിന്നെ അതേപോലെ ഡെലിവറി ഉണ്ടാവില്ലേ? ഡെലിവറി ഉണ്ട്. നമ്മൾ 3-4 കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ഉണ്ട്. 3-4 കിലോമീറ്റർ ഫ്രീ. ശേഷം നമ്മൾ കിലോമീറ്ററിന് ചെറിയ ചാർജ് എന്നാലും കുഴപ്പമില്ലല്ലോ. സംഭവം നല്ല ഒരു അടിപൊളി തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ വേങ്ങര വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡിൻ്റെ നമ്മൾ പ്രത്യേകിച്ചും ബീഫ് ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്.
ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി അറേബ്യൻ ടേസ്റ്റുള്ള കബാബ്സ്, അതേപോലെ തന്നെ ബീഫ് ഷവർമ, അതേപോലെ തന്നെ ഫലാഫൽ റോള് എല്ലാം ഈ ഒരു ദ ഡോണർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. വേങ്ങര ടവറിലുള്ള ദ ഡോണർ എന്ന് പറയുന്ന ഷോപ്പ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അടുത്തൊരു ഫുഡ് വീഡിയോസ്, അതേപോലെ നല്ല റിസോർട്ടിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.